നമ്മളിന്ന് പോകുന്നത് ഒരു ലാവൻഡർ ഫാമിലേക്കാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലാവൻഡർ ഫാമിലേക്ക് ഡാനഡിനിലുള്ളവർ യാത്ര ചെയ്യുന്നത് ലേക്ക് തെക്കാപ്പൂവിലേക്കാണ്. എന്നാൽ നമുക്ക് ലേക്ക് തെക്കാപ്പൂവിലേക്ക് പോകാതെ നമുക്കൊരു സുവർണ അവസരം നമുക്ക് ഡാനഡിനിൽ തന്നെയുണ്ട്. ഡാനഡിൻ സെൻട്രലിൽ നിന്ന് നമുക്ക് ഏകദേശം 25 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മോസ്കിലിനോട് ചേർന്ന് മോസ്കിലിൽ തന്നെ ഓട്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു ലാവൻഡർ റോ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇന്ന്. പൂക്കളെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ചെറിയൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഒരു സുവർണ അവസരമാണ്. Munstead, one of the... So it flowers between now and if we didn't harvest it, it'd go well into, sort of the end of February before it started completely withering. Oh, okay. But now's the time when it's at its optimum. It's Yeah. just, we're dependent on the weather. I can distill in the rain, but because it's all undercover, but I can't harvest. The Right. harvest is, the engine's not waterproofed. Right, yes. So, How long is it supposed to be here? we've been here 7 years, so we planted the year after, so you wouldn't have seen anything from the road until, probably 3 or 4 years ago. Oh, okay. It Yeah. takes that long to... Yeah, 2 or 3 years To mature, I suppose. before the plants are big enough to actually harvest. Yeah. Yeah. So Okay. we're getting a good yield now. Mm-hmm. And we'll be planting some more in autumn along the roadside on the other side of the driveway, so Mhm. you'll be able to see it all the way along in a couple of years' time. You got to think ahead all the time. Yeah. It'll be nice. Yeah, it'll be beautiful. I hope it's a lot can do more. And I come to look. Yes, definitely. Yeah, as Kyle was saying, we've got another field up the back, and that's mostly Grosso, so it's quite a big plant. Mm-hmm. And the Munstead at the far end is what we harvested on Thursday. So we did a couple of runs. Okay. Is this picture your guys' place, is it? No, No? it's not. No, but I couldn't resist it when I saw it. Yeah, that's nice. The tree helps. The tree does help. Provides a bit of focus. Yeah. Beautiful. അവരുമായിട്ട് സംസാരിച്ച ശേഷം ഞങ്ങൾ പയ്യെ ലാവൻഡർ ഫാമിലേക്ക് ഇറങ്ങി. ഒരു രക്ഷയുമില്ല, മനോഹരമായ ഒരു ലാവൻഡർ ഫാം. ഞാൻ ഈ റോയിൽ കൂടി ഒന്ന് നടന്നു മൊത്തം ഒന്ന് വീക്ഷിച്ചു. മനോഹരമായിരിക്കുന്നു. ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഞാൻ ഈ റോ മൊത്തം ഒന്ന് എണ്ണി നോക്കി. 35 റോ ഉണ്ട് സ്ട്രെയിറ്റ്. അതുകൂടാതെ കുറുകെ 11 റോയും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു 36 റോയും ഉണ്ട്. മൊത്തം 82 റോ. ചെറിയ ഫാം എന്ന് പറയാൻ പറ്റത്തില്ല. കൂടെയുള്ളവരെല്ലാം ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഞാനും എടുത്തു കുറച്ച് ഫോട്ടോകൾ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത്രേ ഇവിടുത്തെ ഹാർവസ്റ്റ്. ഞാൻ ഓർത്തു ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാം തീർന്നിരിക്കുമെന്ന്. പക്ഷേ എന്നെ നിരാശനാക്കിയില്ല. കുറച്ച് ഭാഗം മാത്രമേ അവർ ഹാർവസ്റ്റ് ചെയ്തുള്ളൂ. നെക്സ്റ്റ് ഹാർവസ്റ്റ് അടുത്ത് തന്നെ ഉണ്ട്. തേനീച്ചകളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. പൂക്കളിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയല്ലേ. ഒരുപാട് തേൻ കാണും. ഈ പൂക്കൾ ഇവിടുത്തെ ഫാക്ടറിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഓയിൽ വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും അത് അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ സെയിലിന് വെച്ചിട്ടുമുണ്ട്.
നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. അതിൻ്റെ വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള റോയാണ്. ഇവിടെ ഭൂരിഭാഗവും പൂക്കളെല്ലാം പൊഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അടുത്ത ഹാർവസ്റ്റ് ഈ സൈഡായിരിക്കാം. ഇതിനോട് ചേർന്ന് ഒരു കോഴി ഫാമുമുണ്ട്. കോഴിപ്രേമികൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. കുറച്ച് കോഴികളുണ്ട്. ഒറ്റ വെടിക്ക് 2 പക്ഷി. ഇവിടെ എങ്ങനെയാണ് കോഴി വളർത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ഹാർവസ്റ്റ് ഇവിടെയായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് ചെറിയ ചെറിയ കുന്നുകളാണ്. കുറച്ച് പൂക്കളുള്ള ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ മുട്ടക്കുന്നുകളാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അതുതന്നെയാണ് ഡനഡിൻ്റെ സൗന്ദര്യവും. മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഡനഡിനെ വേർതിരിച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ഡനഡിനെ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേകത അതുതന്നെ ആയിരിക്കാം. ഫാമിൽ നിന്നിറങ്ങി അവരെ കണ്ട് ഇവിടുത്തെ വാറ്റുപുരയെ പറ്റി ചോദിച്ചു. വാറ്റുപുര കാണുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അവരോട് ചോദിച്ചത്. അവരുടെ ഒപ്പം ഞാൻ പോവുകയാണ്. നമുക്ക് വാറ്റുപുര കണ്ടിട്ട് വരാം. Distilling today because it's too wet. Oh, that's okay. That's okay. That's okay. This is the distillation we did last week. Oh, yeah. So this is what the lavender looks like Oh, after okay. it's been harvested, after it's been distilled. Yep. So we pop a couple of, we've harvested, so we fill up these bags. Yep. And then we pop 2 into each pot. Yep. Midday, we've got it in the pots. Yep. And we heat it up. There's a diesel burner there. Oh, yeah. And the steam heats up, the steam rises up through the material, takes the oils with it, down through the condenser, it cools. Oh, yeah. And then it separates the water and the oil. Oh, Separates. okay. All the oil is at the top Oh, yeah. and the water is at the bottom. Yeah. And we siphon that off, and that's what it goes in the wee bottles up in the shop. Wow. So we would get, out of the 4 bags, we'd get between 800 mils and a litre. Oh, it that's takes, all. Oh, Yeah, it's tiny. We need yeah. 10 or 11 big plants to get just 5 mils of oil. Oh, my God. Yeah, that's why. Oh. Yeah, no, it's liquid gold. So those plants are probably 4 years old now. 4 years old. Okay. 4 years old. All right, Those yeah. ones there, they're the first ones that we planted. Yeah. They start greening up probably September, October, and then it takes a couple of months. Beginning of December was when we first got the real nice colour. Yeah. Yep. And then we have to wait until it's actually open. Just okay. No. And then we just have to wait until it's the buds are open. Can't really see it in this now. Wait until the buds are mostly open. Yeah. That one also steam, no? That's Yes. pot also. Yep. Okay. Yep. Yeah. So it's a fascinating process. You've got to come back when we're actually doing it and watch it. Yeah. Okay. Thank you so much. Oh, you're very welcome. Thanks for coming. Thanks for coming. Sorry, your name. I'm sorry. Paula. Paula. I'm That's Matthew. Hi, Matthew. Nice to meet you. Yeah, it's good to meet you. Thank you. Yeah. Thank you so much. പോളോ ഇതിൻ്റെ ഓണറാണ്. അവർ നമുക്ക് ഇവിടുത്തെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായ തെരുവ വാറ്റുപുരകൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. ഏകദേശം അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്.
കുറച്ച് മിഷനറീസ് മാത്രം മാറ്റമുണ്ട് എന്ന് മാത്രം. പഴയ ആളുകൾക്കെല്ലാം തിരുവ വാറ്റുപുരകളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. നമുക്ക് ഒറിജിനൽ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ അതുണ്ട്. അതിൻ്റെ സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സാമ്പിൾസാണ് ഇതെല്ലാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ വണ്ടർലസ്റ്റ് വീൽ. ഹൃദയം നിറഞ്ഞ നന്ദി.